മഴതോരും മുമ്പയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ അലീനയുടെ പപ്പ പറഞ്ഞത് പ്രകാരം എല്ലാ കാര്യങ്ങളും വിളിച്ച് തൻ്റെ അനിയത്തിമാരോട് അലീന പറയുകയുണ്ടായി. ബബിതയ്ക്ക് ചെറിയ പേടിയുണ്ടെങ്കിലും അലീന ചേച്ചിയുടെ ധൈര്യത്തിൽ തന്നെ ചേച്ചി പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും താൻ നോക്കിക്കൊള്ളാമെന്നും അവൾ അലീനയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി വിളിച്ചറിയിക്കാമെന്ന് പറഞ്ഞ് അവർ കോളെല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. പറഞ്ഞതുപോലെ തന്നെ അലീനയ്ക്ക് ഒരു സമാധാനവുമില്ല. എങ്ങനെയെങ്കിലും ഉറക്കമുണർന്ന് പപ്പ എഴുന്നേറ്റ് കാര്യങ്ങളെല്ലാം ഒന്ന് വിശദീകരിച്ച് പറഞ്ഞതിന് ശേഷം മാത്രമേ തനിക്കൊരു സമാധാനം കിട്ടുകയുള്ളൂ എന്ന് കിച്ചണിൽ നിന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു അലീന. ഇത് കേട്ട ആൻസി അലീനയോടായി പറയുന്നുണ്ട്, മോള് ഒരു കാര്യം ചെയ്യ്, ഇങ്ങനെ കിച്ചണിൽ കിടന്നൊരു സമാധാനമില്ലാതെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യമുണ്ട്? നീയെ ആ ടീ എടുത്ത് കൊണ്ടുപോയി പപ്പയ്ക്ക് കൊടുക്ക്. എന്നിട്ട് പപ്പയോട് തന്നെ കാര്യങ്ങളൊക്കെ സംസാരിക്ക്. ഞാനോ? ആൻറ്റിയല്ലേ കോഫിയൊക്കെ കൊടുക്കാറ്, ആൻറ്റി തന്നെ കൊടുത്താൽ മതി. അതിനിപ്പോൾ എന്താ, ആര് കൊടുത്താലും അതോ കുടിക്കുന്നത് ഒരാൾ തന്നെയല്ലേ, എന്തായാലും നീ ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് ആൻസി ആ ടീ എടുത്ത് അലീനയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അലീന അതുമായി പപ്പയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. പറഞ്ഞതുപോലെ തന്നെ പപ്പ ഉറക്കമൊന്നും ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. താൻ ചെന്ന് പതിയെ ഡോറിൽ തട്ടി. എങ്കിലും ആരും ഒന്ന് പറയുകയോ അകത്ത് നിന്ന് കയറിക്കോളാനോ ഒന്നും പറയുന്നത് കേൾക്കുന്നില്ലെന്ന് മനസ്സിലായി അലീന പതിയെ ഡോറ് തുറന്ന് നോക്കിയപ്പോൾ പപ്പ ഉറക്കത്തിൽ തന്നെ ആയിരുന്നു. പതിയെ അവൾ അകത്ത് കയറി. എങ്ങനെയാ വിളിച്ചുണർത്തിയ ഇനി ദേഷ്യങ്ങാനും വരുമോ എന്ന ഭാവത്തിൽ അവൾ ആ കോഫിയുമായി അവിടെ തന്നെ നിന്നു. അയ്യോ, കോഫിക്ക് ചൂടാറിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നുകൊണ്ട് അവൾ ചിന്തിച്ച് നിൽക്കെ തന്നെ അവൾ പതിയെ കാലിൽ തട്ടിക്കൊണ്ട് വിളിച്ചു, പപ്പ പപ്പ. 2 വട്ടം വിളിച്ചപ്പോഴേക്കും പപ്പ പെട്ടെന്ന് കണ്ണുകൾ തുറന്നു നോക്കി. കോഫിയുമായി നിൽക്കുന്നത് അലീനയാണ്. ഇന്നെന്താ പുതിയ കണിയാണല്ലോ എനിക്ക്. പപ്പ അത് പിന്നെ, ഓ മനസ്സിലായി, കണ്ടോ ഓരോരുത്തരുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടുള്ള സൂത്രങ്ങൾ കാണിക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി ബെഡിൽ നിന്ന് എഴുന്നേറ്റു. അയ്യോ അങ്ങനെയല്ല പപ്പ, അവിടെ ബബിത രാവിലെ തന്നെ മെസ്സേജ് ചെയ്തിരുന്നു. അവർ 2 ആളും ഇന്നലെ ഉറങ്ങിയിട്ടില്ലെന്ന് മനസ്സിലായി. അല്ലാതെ അങ്ങനെ അത്ര നേരത്തൊന്നും ഉണരുന്ന ആളൊന്നും അല്ല ബബിത. കൃഷ്ണമോളാണെങ്കിൽ പിന്നെയും കുറേയൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഇത് അവൾ ടെൻഷനിലാണല്ലോ, അതുകൊണ്ടാ. അതിനിപ്പോൾ എന്താ, നമ്മളെല്ലാം പറഞ്ഞതുപോലെ തന്നെ അവൻ പറഞ്ഞ സമയത്തിന് അവളോട് അവിടേക്ക് പോയിക്കോളാൻ പറയൂ. അവർ പറഞ്ഞ ആ വീടിൻ്റെ അഡ്രസ്സ് മാത്രം ഇട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ കറക്റ്റ് സമയത്ത് അവിടെ എത്തിക്കോളാം, ഒരു പക്ഷേ അവർക്ക് മുമ്പേ തന്നെ. മോളെന്തായാലും സമാധാനമായിട്ട് നമ്മൾ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണെന്ന് അവളെ വിളിച്ച് പറഞ്ഞോളൂ. പറഞ്ഞതുപോലെ തന്നെ താഴേക്ക് ഓടിച്ചെന്ന് ഫോൺ എടുത്ത് ബബിതയെ വിളിക്കുന്നുണ്ട്. ബബിതയെ കോൾ ചെയ്യുമ്പോൾ എടുക്കുന്നത് കൃഷ്ണമോളായിരുന്നു. ആ ചേച്ചി, ബബിത ചേച്ചി ബാത്റൂമിലാണ്. എന്തേ, എന്നോട് പറയാൻ പറ്റില്ലേ? എടി അതൊന്നുമില്ല, അവളോട് ഇന്നലെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരുന്നു. അത് അതേപോലെ തന്നെ കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അവൾക്കൊരു സമാധാനം ഇല്ലല്ലോ. നീ എന്തായാലും ഒരു കാര്യം ചെയ്യ്, അവളോട് പുറത്തിറങ്ങിയിട്ട് എന്നെ ഒന്ന് അത്യാവശ്യമായിട്ട് വിളിക്കാൻ പറഞ്ഞാൽ മാത്രം മതി നീ. ആ ചേച്ചി ശരി, ഞാൻ പറഞ്ഞോളാം. അല്ല നീ എന്താ ഇന്ന് ക്ലാസ്സിലൊന്നും പോകാൻ ഉദ്ദേശിച്ചിട്ടില്ലേ? പിന്നെ ഞാൻ പോകുന്നുണ്ട്. നിങ്ങളെന്തായാലും ഈ പ്ലാനിങ്ങിൽ എന്നെ കൂട്ടിയിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ വെറുതെ നിന്നിട്ട്? ഞാൻ എന്തായാലും പോകാൻ തന്നെ തീരുമാനിച്ചു. കൃഷ്ണമോൾ ചെറിയ പരിഭവത്തോടു കൂടി തന്നെ അലീനയോട് പറഞ്ഞു. അലീന തിരിച്ചു, ആ അതെ, നിന്നെന്തായാലും ഈ പ്ലാനിങ്ങിലൊന്നും പെടുത്തിയിട്ടില്ല. ക്ലാസ്സുകളെ ഒരുപാട് പോയിട്ടുള്ളതാണ്. ഈ വർഷം മാർക്ക് കുറയുമ്പോൾ നിനക്ക് ഈ പേരൊക്കെ ഒന്ന് പറയാനല്ലേ? അതൊന്നും വേണ്ട, എൻ്റെ മോള് മര്യാദക്ക് ക്ലാസ്സിൽ പോയാൽ മതി. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഞങ്ങൾ വിശദമായിട്ട് തന്നെ നിന്നോട് പറഞ്ഞു തന്നോളാം. എന്താ പോരെ? ഓ ശരി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾ കോള് കട്ട് ചെയ്യുന്നുണ്ട്. കുളി കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുന്ന ബബിതയോട് കൃഷ്ണമോൾ അലീന ചേച്ചി വിളിച്ചിരുന്നുവെന്നും ഇന്നലെ ചേച്ചിയോട് പറഞ്ഞ കാര്യങ്ങൾ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നും പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം കൃഷ്ണമോൾ പറയുകയാണ്.
അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് വല്ലാത്ത ടെൻഷനുണ്ട് ചേച്ചി, എന്താ ചെയ്യണ്ടേന്ന് ഒരു നിവൃത്തിയും ഇല്ലല്ലോ, വല്ലാത്ത ഒരു പേടിയൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ആ അങ്കിള് പറയുന്നത് പോലെ ചെയ്യാമെന്നാണല്ലോ അലീന ചേച്ചിയും പറയുന്നത്. അങ്കിള് വെറുതെ ഒന്നും പറയില്ലായിരിക്കും അല്ലേ? അപ്പോൾ കൃഷ്ണമോള് ബബിതയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. നമ്മുടെ അലീന ചേച്ചിക്ക് അറിയാവുന്നതല്ലേ, ചേച്ചി വെറുതെ ഒരു കാര്യങ്ങളും ചെയ്യുകയും പറയുകയൊന്നുമില്ലല്ലോ. എല്ലാം മുൻകൂട്ടി കണ്ടിട്ട് മാത്രമേ ചേച്ചി എന്തിനെങ്കിലും ഇറങ്ങിത്തിരിക്കുള്ളൂ. ചേച്ചിക്ക് അറിയാവുന്നതല്ലേ അതെല്ലാം. ശരി മോളെ, എല്ലാം അതുപോലെയൊക്കെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാളും കോളേജിലേക്കും സ്കൂളിലേക്കും ഒക്കെ പോകാൻ റെഡിയാവുന്നുണ്ട്. രണ്ടാളും ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്തായി കാര്യങ്ങളൊക്കെ, രണ്ടാളുടെയും ഗൂഢാലോചനയൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ രണ്ടാളും ഒന്ന് ഞെട്ടുകയാണ്. കാരണം ഇവരുടെ ഉള്ളിലെ ഞെട്ടൽ എന്താണെന്ന് നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ. ബാലചന്ദ്രൻ ചോദിച്ചത് അവർ രണ്ടാളും കൂടി മുറിയിലിരുന്ന് സംസാരിക്കുന്നതൊക്കെ എന്താണെന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു. രണ്ടാളും ഒരു ഞെട്ടലോടുകൂടി ബാലചന്ദ്രനോട് കൃഷ്ണമോള് ചോദിക്കുകയാണ്, അച്ഛൻ എന്താ ഉദ്ദേശിച്ചേ? ഞാൻ എന്തുദ്ദേശിച്ചുവെന്ന്? നിങ്ങൾ രണ്ടാളും ഇത് കുറച്ച് ദിവസമായല്ലോ, 2 ദിവസത്തോളമായി റൂമിൽ കയറിയിരുന്നുള്ള സംസാരവും സംഭാഷണവും അല്ല, അതാടി ഞാൻ ചോദിച്ചേ എന്ന് പറയാണ്. അപ്പോൾ അതൊന്നുമില്ല അച്ഛാ, അതൊക്കെ ചുമ്മാ, കൃഷ്ണമോള് ഒരു ചമ്മലോട് കൂടി പറയുന്നുണ്ട്. ആയിക്കോട്ടെ, രണ്ടാളും എന്തായാലും വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക്, നമുക്ക് ഒരുമിച്ച് തന്നെ പോകാം. നിങ്ങളെ രണ്ടാളെയും കോളേജിലും സ്കൂളിലും ഇറക്കി തന്നിട്ടേ ഞാൻ ഷോപ്പിൽ പോകുന്നുള്ളൂ. അപ്പോൾ വൈകിട്ട് ഞങ്ങൾ എങ്ങനെയാണ് തിരിച്ചു വരേണ്ടത്? രണ്ടാൾക്കും ഒരു പേടിയായി. ഉച്ചക്കലത്തെ ക്ലാസ് കട്ട് ചെയ്തതിന് ശേഷം അവിടേക്ക് പോകാമെന്നായിരുന്നല്ലോ ബബിതയുടെ പ്ലാനിങ് എല്ലാം. അപ്പോൾ അച്ഛനെങ്ങാനും ഇനി പിക്ക് ചെയ്യാൻ വന്നാൽ അതാകെ പ്രശ്നമാവുമല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അച്ഛാ എനിക്കിന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവും, അച്ഛൻ വന്ന് ബുദ്ധിമുട്ടണം എന്നില്ല, ഞാൻ വൈകുന്നേരം ബസ് പിടിച്ച് വന്നോളാം. അപ്പോൾ കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീയോടി? എനിക്ക് കറക്റ്റ് സമയത്ത് കഴിയുമോ അച്ഛാ? അപ്പോൾ ശരി, എന്നാൽ ഞാൻ നിന്നെ വന്ന് പിക്ക് ചെയ്തിട്ട് വൈകുന്നേരം ബബിത ബസ്സിലെങ്ങാനും എത്തിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മൂന്നാളും ഒരുമിച്ച് തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അച്ഛൻ അവരെ രണ്ടാളെയും സ്കൂളിലും കോളേജിലും ഇറക്കി ബാലചന്ദ്രൻ നേരിട്ട് ഷോപ്പുകളിലേക്കും പോകുന്നുണ്ട്. ഷോപ്പിലെത്തിയതിന് ശേഷം അലീന ബാലചന്ദ്രനെ വിളിക്കുകയാണ്. അലീന വെറുതെ അച്ഛൻ്റെ വിവരങ്ങളെല്ലാം അറിയാനും അച്ഛൻ എന്തെങ്കിലും ടെൻഷനിലാണോ എന്നറിയാനും വേണ്ടിയിട്ടാണ്. അച്ഛൻ എന്തെങ്കിലും മാനസികമായിട്ട് അവരുടെ നേരെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്തായാലും അതെല്ലാം തന്നോട് പറയുമെന്ന് അലീനയ്ക്ക് ഉറപ്പായിരുന്നു. അതറിയാൻ വേണ്ടി തന്നെയാണ് അലീന അച്ഛനെ വിളിക്കുന്നത്. ബാലചന്ദ്രനെ വിളിക്കുമ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അലീനയോട് പറയുന്നുണ്ട്. മോളെ, നീ വിളിക്കുമ്പോൾ ഞാനൊന്ന് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നീ ഒന്ന് കൃഷ്ണമോളോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയണേ. എന്താ അച്ഛാ, എന്ത് കാര്യങ്ങൾ? രണ്ടാൾക്കും വല്ലാത്ത കള്ളത്തരം. 2 ദിവസമായി ഞാനിത് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. മുറി കയറിയിരുന്നുള്ള അടക്കം പറച്ചിലും വാതിലൊക്കെ അടച്ചിട്ടിരുന്നുള്ള സംസാരവും എനിക്ക് എന്താണെന്നറിയില്ല, ഒരു ടെൻഷൻ. അച്ഛൻ ഓരോരോ പ്രശ്നങ്ങൾ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് അച്ഛന് അങ്ങനെയൊക്കെ തോന്നുന്നത്. അവർ ചേച്ചിയനിയെത്തിയല്ലേ, അവർക്ക് പറയാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ടാകും. അപ്പോഴാണ് അലീനയ്ക്ക് മനസ്സിൽ തോന്നുന്നത്, അച്ഛനോട് പറഞ്ഞാലോ, ബബിത തന്നെ വിളിച്ചിരുന്നുവെന്നും സ്നേഹത്തോടു കൂടിയൊക്കെ സംസാരിച്ചുവെന്നും. അത് പറയുമ്പോൾ അച്ഛന് ഇപ്പോൾ ഉള്ള മനസ്സിൻ്റെ ആ ടെൻഷൻ അങ്ങോട്ട് മാറിക്കിട്ടും. ബബിത കൂടി തന്നോട് സംസാരിച്ചു എന്നറിയുമ്പോൾ അച്ഛന് വല്ലാത്ത സന്തോഷവും തോന്നും. അങ്ങനെ അലീന അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ, ഞാനിപ്പോൾ വിളിച്ചത് അച്ഛനോടൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ്. സന്തോഷ വാർത്തയോ? എന്താടി കൊച്ചേ സന്തോഷ വാർത്ത? അച്ഛാ, ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്ത് സംഭവം? എന്താ പ്രശ്നം? അച്ഛാ, അത് പിന്നെ വേറൊന്നുമല്ല, നമ്മുടെ ബബിത ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. ബബിതയോ? നിന്നെയോ? അച്ഛാ, എന്നെ വിളിച്ചിരുന്നു അവള്. എന്നിട്ട് എന്നോട് ചെയ്തു പോയതിനൊക്കെ തെറ്റ് മാപ്പ് ഒക്കെ പറഞ്ഞു. പിന്നെ സ്റ്റാൻലി അങ്കിളിൻ്റെ അടുത്തും സോറി പറയണം എന്നൊക്കെ പറഞ്ഞു. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നോ?
വെറുതല്ല. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? ഞാൻ നിന്നോട് അപ്പോളേ പറഞ്ഞില്ലേ, രണ്ടാളും കൂടിയുള്ള എന്തൊക്കെയോ സീക്രട്ട് അവിടെ നടക്കുന്നുണ്ടെന്ന്. ഓ, ഇത് സീക്രട്ട് അല്ലല്ലോ അച്ഛാ. ഇത് അവർ അച്ഛനോട് അറിയിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ശരിയാ, ബബിതയ്ക്ക് നാണക്കേട് തോന്നുന്നുണ്ടാവും. അവൾ നിന്നെ വിളിച്ചു സംസാരിച്ചു എന്നൊക്കെ ഞാൻ അറിഞ്ഞാൽ അതവൾക്ക് ഒരു ഷെയിമുകേടല്ലേ. അതുകൊണ്ടായിരിക്കും എന്നോട് പറയായിരുന്നേ. അമ്പടി കൃഷ്ണേ, അവളും എൻ്റെ അടുത്തൊന്ന് മറച്ചു വെച്ചു കേട്ടോ. വൈകുന്നേരം വരട്ടെ, ഞാൻ ചോദിക്കുന്നുണ്ട് എന്നെല്ലാം ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രനോട് അലീന പറയുന്നുണ്ട്, അച്ഛാ അതുകൂടി പറയാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. അച്ഛനിപ്പോൾ അവരോടൊന്നും ചോദിക്കണ്ട. നമുക്കേ ഞാൻ തിരിച്ച് അവിടേക്ക് വരില്ലേ? അടുത്ത് തന്നെ വരില്ലേ അച്ഛാ ഞാൻ? ആ വരും മോളെ, വരും. ആ അപ്പോൾ നമുക്ക് ഒരു സർപ്രൈസ് ഉണ്ടാക്കാം കേട്ടോ. ആണോ? പിന്നെ ബബിത എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി എന്നാണ് ഇനി ഇങ്ങോട്ട് വരുന്നതെന്ന്. ആ അങ്ങനെയൊക്കെ ഉണ്ടായോ? ഉണ്ടായിരുന്നു അച്ഛാ. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായിടി. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് നിങ്ങളെല്ലാവരും ഒന്ന് ചേരണമെന്ന്, എൻ്റെ മക്കളെല്ലാവരും എനിക്ക് ചുറ്റും ഉണ്ടാവണമെന്ന് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അലീനയെ കോള് കട്ട് ചെയ്യുന്നുണ്ട്. സമയങ്ങൾ അങ്ങനെ കടന്നു പോകെ ഉച്ചയ്ക്ക് ഒരു 2 മണിയായപ്പോഴേക്കും ബബിതയുടെ കോള് അലീനയ്ക്ക് വരികയാണ്. അലീനയോട് ബബിത പറയുന്നുണ്ട്, ചേച്ചി ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ ഇറങ്ങുകയാണ് കോളേജിൽ നിന്ന്. എനിക്കിനി ചേച്ചിയെ വിളിക്കാനോ സംസാരിക്കാനോ കഴിയില്ല. എനിക്ക് നല്ല ടെൻഷനുണ്ട് ചേച്ചി. ഞാൻ ഇപ്പോൾ ചേച്ചിയുടെ ഫോണിലേക്ക് എൻ്റെ ഗൂഗിൾ മാപ്പ് ഓണാക്കി ഇടുകയാണ്. അപ്പോൾ ചേച്ചിക്ക് എൻ്റെ ലൈവ് ലൊക്കേഷൻ കിട്ടുമല്ലോ, അത് കണ്ടുപിടിച്ച് വേണം ചേച്ചിയും മംഗളും അങ്ങോട്ടേക്ക് എത്താനായിട്ട്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയക്കും. ചേച്ചി ഓൺലൈനിൽ തന്നെ ഉണ്ടായിരിക്കണേ, എനിക്ക് വല്ലാത്ത പേടിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അലീനയ്ക്കും വളരെ വിഷമമുണ്ട് ബബിതയുടെ നിസ്സഹായ അവസ്ഥ ആലോചിച്ചിട്ട്. എങ്കിലും അലീന പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ടും പേടിക്കരുത്, നിൻ്റെ കൂടെ ഞാൻ എന്തായാലും ഉണ്ടെന്ന് തന്നെ നീ വിശ്വസിക്കണം. നീ പേടിച്ചിട്ട് ഒരു മണ്ടത്തരവും കാണിക്കരുത്. നീ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ബോൾഡായിട്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യണം. നിൻ്റെ പിന്നാലെ തന്നെ ഞങ്ങളുണ്ടാവും, അവനറിയാതെ. അങ്ങനെ ബബിതയെ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെ സ്റ്റാൻലിയോട് ചെന്ന് അലീന പറയുന്നുണ്ട്, പപ്പ എന്നെ ബബിത വിളിച്ചിരുന്നു. ബബിത കോളേജിൽ നിന്ന് ഇറങ്ങുകയാണ്. ബബിത ഇപ്പോൾ നമുക്ക് ലൈവ് ലൊക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പിടിച്ച് വേണം നമുക്ക് അവളുടെ കൂടെ പോകാനായിട്ട്. എങ്കിൽ മാത്രമേ അവൾ എത്തുന്നിടത്തേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ എന്നൊക്കെ ബബിത പറയുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, എന്നാരാ പറഞ്ഞത്? അതെന്താ പപ്പ? എൻ്റെ മോളെ അങ്ങനെയൊന്നുമല്ല. ലൈവ് ലൊക്കേഷനൊക്കെ അവൾ ഇട്ടോട്ടെ. നമ്മളെ പോവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെടി. എനിക്ക് മനസ്സിലായി അവൾ പറഞ്ഞു തന്ന സ്ഥലവും വീടും എല്ലാം. ആ ലൊക്കേഷൻ എനിക്കറിയാവുന്നതാണ്. അവിടെ പരിസരത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആണോ? അപ്പോൾ പപ്പ വിളിച്ചായിരുന്നോ ഫ്രണ്ടിനെ? ആ ഞാൻ വിളിച്ചായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ശരിയാണ്, അവിടെ 3-4 ആൺകുട്ടികൾ വരാറുണ്ടെന്നും അവിടെ ഇരുന്ന് മദ്യപാനവും അങ്ങനെയുള്ള ദുശീലങ്ങളൊക്കെ നടക്കാറുണ്ടെന്നൊക്കെ. പക്ഷേ ഇതുവരെ അവരാരും അങ്ങനെ ഒരു പെൺകുട്ടിയുമായി വരുന്നതൊന്നും ഇതുവരെ കണ്ടിട്ടില്ലെന്നാണ് അവർ പറഞ്ഞത്. കർത്താവേ, അതെന്തായാലും നന്നായി എന്ന് അലീനയും പറയുകയാണ്. എന്നിട്ട് പപ്പ ആ അങ്കിളിൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ലടി, ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ ഞാൻ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അവിടെ വരെ വരണമെന്ന് മാത്രം പറഞ്ഞു. അതെന്തിനാ പപ്പ? എടീ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കണമെന്നില്ലല്ലോ. ഇതിപ്പോൾ ബബിതയോട് ഇനി ഒരിക്കലും അവൻ വരില്ലെന്നും അവൻ ശല്യപ്പെടുത്തില്ലെന്നൊക്കെ അല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇനി അവൻ എന്തൊക്കെ മനസ്സിൽ കണ്ടിട്ടാണെന്ന് ആർക്കാ അറിയാൻ പറ്റുന്നത്? അവന് ഇനി വല്ല ഫ്രണ്ട്സിന് ആരെങ്കിലും പറയുന്നത് പോലെ റൂമിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ചിരുത്തുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലോ? എനിക്കും അത് ആലോചിക്കുമ്പോൾ നല്ല പേടിയുണ്ട് പപ്പ. ബബിതയും വളരെ ടെൻഷനിലാണ്. ബബിത വളരെ ബോൾഡായിട്ടൊരു പെൺകുട്ടിയായിട്ടാണ് എനിക്ക് ഇത്രയും നാൾ അവളെ കണ്ടിട്ടുള്ളത്. പക്ഷേ പപ്പ, ഇത്രയും നാൾ ഞാൻ കണ്ട ബബിതയേ അല്ല ഇപ്പോൾ എന്നോട് 2 ദിവസമായിട്ട് സംസാരിക്കുന്നത്. അവൾ വളരെ ടെൻഷനിലാണ്. അവളുടെ ടെൻഷനെല്ലാം മാറ്റി നാളത്തോടു കൂടി അവൾക്ക് ഒരു പുതുജീവിതം നമ്മൾ കൊടുക്കും.
അത് കഴിഞ്ഞിട്ട് അവൾക്ക് നിന്നോടൊപ്പം വന്ന് താമസിക്കണമെന്നൊക്കെ അല്ലേ പറഞ്ഞത്. അത് ഇങ്ങോട്ട് വരാൻ അവൾക്ക് സമ്മതം ഉണ്ടാവുമോയെന്നറിയില്ല, കാരണം ഞാനൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട്. എന്തായാലും നിനക്കിപ്പോൾ തിരിച്ച് പെട്ടെന്നൊന്നും അങ്ങോട്ട് പോകാനും കഴിയില്ല. അവൾക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം അവളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താം. എന്താ, സന്തോഷമായില്ലേ? താങ്ക് യു പപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അലീന സ്റ്റാൻലിയെ ഇങ്ങനെ വട്ടം കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലിക്കും വളരെ സന്തോഷം തോന്നുകയാണ്. ആ സന്തോഷത്തോടു കൂടി തന്നെ അവൾ റെഡി ആവാനായി മുറിയിലേക്ക് പോകുന്നുണ്ട്. അവളങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഒരു തുള്ളി ചാടി പോകുന്നത് കണ്ട് ആൻസിയും വന്ന് സ്റ്റാൻലിയോട് ചോദിക്കുന്നുണ്ട്, ഇതെന്ത് പറ്റി ഈ കൊച്ചിന്? എല്ലാവരും ടെൻഷനിലാണ് അവിടെ പോയിട്ട് എന്താണാവോ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട്. പക്ഷേ ഈ കൊച്ച് വളരെ സന്തോഷത്തിലാണല്ലോ. ഓ അതോ, അത് ഞാൻ അവൾക്ക് സന്തോഷമുള്ള 1-2 കാര്യങ്ങൾ പറഞ്ഞതിൻ്റെയാ. ആണോ? അതെന്താ അങ്ങനെ? അല്ല, ബബിതയുടെ കാര്യം തന്നെയാണ്. ബബിത വിളിച്ച് അവളോട് സംസാരിച്ചപ്പോൾ തുടങ്ങി അവളൊരു സന്തോഷത്തിലാണ്, എങ്കിലും ടെൻഷനിലുമാണ്. കാരണം ബബിത ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണല്ലോ. ഈ കൊച്ചിന് എന്നും ഈ പ്രശ്നങ്ങൾ തീർക്കൽ തന്നെയാണല്ലോ കർത്താവേ എന്ന് ആൻസിയും സ്റ്റാൻലിയോട് പറയുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അതങ്ങനെയാടി, ചിലരുടെ ജന്മങ്ങൾ ചിലർക്ക് താങ്ങും തണലുമായിട്ടായിരിക്കും അവരുടെ ജന്മം. അതുപോലെ തന്നെയാണ് അലീനയും, അങ്ങനെ കണ്ടാൽ മതി. എന്തായാലും അലീന കൊച്ചിപ്പോൾ റെഡിയായി വരും, ഞാനും കൂടി ഒന്ന് റെഡി ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലിയും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടാളും റെഡിയായി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ അലീനയ്ക്ക് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട് ബബിതയുടെ. ചേച്ചി, എന്നെയിപ്പോൾ അവൻ വന്ന് ബൈക്കിൽ പിക്ക് ചെയ്തു. അവൻ്റെ വണ്ടിയുടെ പിറകിലിരുന്നിട്ടാണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത്. എനിക്ക് നല്ല പേടിയുണ്ട് ചേച്ചി. ഞാനിപ്പോൾ ഈ ലൊക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിടാണ്. ചേച്ചി എന്നെ ഫോളോ ചെയ്ത് പെട്ടെന്ന് തന്നെ വന്നേക്കണേ. അപ്പോൾ അലീനയും തിരിച്ച് മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ അവിടെ എത്താനായിട്ടുണ്ട് മോളെ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നീ വിചാരിക്കുന്നത് പോലെയല്ല, ഞങ്ങൾ ഉടനെ എത്തും എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ അലീന സ്റ്റാൻലിയോടും പറയുന്നുണ്ട്, പപ്പ മെസ്സേജ് വന്നു, ലൊക്കേഷനും അവൾ അയച്ചിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞ് അലീനയ്ക്ക് അപ്പോഴത്തേനും വെപ്രാളായി. അങ്ങനെ അവർ ആൻസിയോട് യാത്രയൊക്കെ പറഞ്ഞ് അവർ രണ്ടാളും കൂടി കാറിൽ കയറി പോവുകയാണ്. പറഞ്ഞതുപോലെ തന്നെ സ്റ്റാൻലി വളരെ സ്പീഡിൽ തന്നെയാണ് പോകുന്നത്, കാരണം ഇവർക്ക് ഇത്തിരി ദൂരമുണ്ടല്ലോ. അങ്ങനെ അലീനയും സ്റ്റാൻലിയും അവിടെ എത്താറായി കണ്ടുകൊണ്ട് തന്നെ ഒന്നുകൂടി ബബിതയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, മോളെ ഞങ്ങൾ ഈ വീടിൻ്റെ പരിസരത്ത് തന്നെ എത്തിയിട്ടുണ്ട്, നിങ്ങൾ വന്ന ബൈക്ക് ഞങ്ങൾ കണ്ടിട്ടുമുണ്ട്. നീ ഈ മെസ്സേജ് കാണുകയാണെങ്കിൽ എനിക്കിപ്പോൾ തന്നെ മെസ്സേജ് തിരിച്ചയക്കണേ എന്ന് പറയുകയാണ്. പക്ഷേ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടും ബബിതയുടെ മെസ്സേജ് ഒന്നും തിരിച്ചു വരുന്നതോ അല്ലെങ്കിൽ അലീന അയച്ച മെസ്സേജ് ബബിത കാണാതിരിക്കുകയും ചെയ്യുന്നതോടെ അലീനയ്ക്ക് വല്ലാത്ത ടെൻഷൻ ആവാണ്. അലീന സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, പപ്പ നമ്മൾ വിചാരിച്ച പോലെയല്ല, അവിടെ വേറെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് പേടിയാവാണ് എന്ന് അലീന ഇങ്ങനെ വളരെ വെപ്രാളത്തോടു കൂടി പറയുന്നത് കേട്ടിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, മോള് പേടിക്കണ്ട, വായോ, നമുക്ക് എന്തായാലും ഇനി വീടിനകത്തേക്ക് എന്നെ കയറാൻ. എന്നാൽ ഇതേ സമയം അവിടെ അകത്ത് ബബിതയോട് അമൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമൽ ബബിതയോട് ചോദിക്കുന്നുണ്ട്, എന്തായാലും നിൻ്റെ ധൈര്യം ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നു. ഈ വീഡിയോ ക്ലിപ്സും ഫോട്ടോസും ഒക്കെ തിരിച്ച് തരാമെന്ന് പറഞ്ഞ് നിന്നെ ഞാനൊന്ന് വിളിച്ചപ്പോഴേക്കും നീ ഇവിടെ വരെ എത്തിയല്ലോ, കൊള്ളാം എന്തായാലും. അല്ല, നീ എന്താ വിചാരിച്ചത്? എൻ്റെ കൂടെ ഒന്നുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്ന് ഈ വീഡിയോ ക്ലിപ്പും ഈ ഫോട്ടോസൊക്കെ ആയിട്ട് അങ്ങ് സുഖമായി തിരിച്ചു പോകാമെന്നോ? അപ്പോഴേക്കും ബബിതയ്ക്ക് ഇവൻ്റെ കാര്യങ്ങളിൽ എന്തോ വ്യത്യാസമുണ്ടെന്ന് ബബിതയ്ക്ക് മനസ്സിലാവുകയാണ്. ബബിത പതിയെ തൻ്റെ ഫോൺ ബാഗിൽ നിന്ന് എടുക്കാൻ നോക്കുമ്പോഴേക്കും രോഹിത് ആ ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അലീന അയച്ച മെസ്സേജുകളൊന്നും തന്നെ ബബിതയ്ക്ക് കാണാൻ കഴിയാതിരുന്നത്. അവൻ ആ ഫോൺ അവളുടെ മുമ്പിൽ തന്നെ എറിഞ്ഞ് പൊട്ടിക്കുകയാണ്. എന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, ഇനി ഈ ഫോണോ നിൻ്റെ ഈ നമ്പറോ ഒരിക്കലും ആർക്കും കിട്ടാൻ പോകുന്നില്ല മോളെ. നീ എന്താ വിചാരിച്ചത്? എല്ലാം ഇന്നത്തോടു കൂടി അവസാനിപ്പിച്ച് പുതിയൊരു ജീവിതം തുടങ്ങാമെന്നോ? കുറച്ച് നാൾ കഴിഞ്ഞ് പുതിയൊരുത്തനെയും പറ്റിച്ച് അവനെയും കല്യാണം കഴിച്ച് നിൻ്റെ ജന്മം അങ്ങോട്ട് പൂർത്തീകരിക്കാമെന്നോ? എങ്കിലേ നിനക്ക് തെറ്റി. ബബിതയ്ക്ക് വല്ലാത്ത ടെൻഷൻ തോന്നുകയാണ്. ചേച്ചി തന്നോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും
ഇവൻ ഈ പറയുന്നതിനൊന്നും തിരിച്ച് ബബിതയ്ക്ക് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. വീണ്ടും അമൽ പറയാണ്, ഞാനേ എൻ്റെ ഉദ്ദേശം മറ്റു പലതാ. നിന്നെ വെച്ചേ ഞാൻ കുറച്ച് കാശുണ്ടാക്കാൻ പോവാ. നിൻ്റെ 1-2 ഫോട്ടോസ് മാത്രം 1-2 ആൾക്കാർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് നിൻ്റെ ഫോട്ടോ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള വീഡിയോസും കൂടി അവർക്ക് അയച്ചു കൊടുത്താലുള്ള അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം തന്നെ ഞാൻ ഉദ്ദേശിച്ച എമൗണ്ട് എനിക്കവർ തരാമെന്ന് സമ്മതം നൽകിക്കഴിഞ്ഞു. ഇനി വേണം ആ വീഡിയോസും കൂടി അയച്ചിട്ട് കുറച്ച് എമൗണ്ടും കൂടി കൂട്ടി ചോദിക്കാൻ. എങ്ങനെ ഇരിക്കുന്നു? ബബിത ആകെ ഷോക്കാവുകയാണ്. ബബിത ഉദ്ദേശിച്ചതിനേക്കാളും വളരെ മോശമാണ് അമൽ എന്ന് ബബിതയ്ക്ക് മനസ്സിലാവുകയാണ്. ബബിത അമലിനോട് പറയുന്നുണ്ട്, അമലേ വേണ്ട, എന്നോട് നീ ഈ ചതി കാണിക്കരുത്. നിന്നോട് ഞാൻ പറഞ്ഞതാണ്, നിനക്ക് ഞാൻ 10 ലക്ഷം രൂപ തന്ന് ഇതങ്ങോട്ട് അവസാനിപ്പിക്കാമെന്ന്. എന്നിട്ട് എവിടെ 10 ലക്ഷം രൂപ? നിൻ്റെ ബാഗിലുണ്ടോ? അമലിൻ്റെ ആ ചോദ്യം കേട്ട് ബബിത ഒന്ന് ഞെട്ടുന്നുണ്ട്. കാരണം അമലിന് ബബിതയുടെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ലെന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന് ബബിതയ്ക്ക് തന്നെ മനസ്സിലാവുകയാണ്. അമൽ വീണ്ടും ബബിതയോട് പറയുന്നുണ്ട്, മോളെ നീ കളിക്കുമ്പോഴേ സൂക്ഷിച്ച് കളിക്കണം. നിൻ്റെ രോഹിത്തേട്ടനെ പോലെ ഒരു മണ്ടനല്ല ഈ ഞാൻ. ഒരു പെണ്ണിനെ കണ്ണും മുമ്പിൽ കിട്ടിയിട്ട് പേടിച്ച് വിറച്ച് ഇറങ്ങി ഓടിയ നിൻ്റെ രോഹിത്തേട്ടനെ മാത്രമേ നീ അറിയൂ. അതുപോലെ അല്ല ഈ അമൽ. കുറച്ച് ധൈര്യവും തൻ്റെ ഇടവും കൂട്ടിച്ചേർത്തുള്ള ഒരാളാണ് ഞാൻ. ആ എന്നെയാണോ നീ പറ്റിക്കാമെന്ന് വിചാരിച്ചത്? നീ എന്തുദ്ദേശിച്ചിട്ടാടി ഇങ്ങോട്ടേക്ക് ഇറങ്ങി തിരിച്ചത്? ബബിതേ, എന്നെ പറ്റിച്ച് എന്നെ ചതിച്ച് നീ ഇവിടെ നിന്നും രക്ഷപ്പെടാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കറക്റ്റ് ഇതേ സമയത്ത് തന്നെ പുറത്ത് അലീനയും സ്റ്റാൻലിയും വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. അമലിൻ്റെ ചിന്തയിൽ പോകുന്നത് അമൽ പറഞ്ഞ ആരോ വന്നു എന്നാണ്. അമൽ ആരോടോ വരാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അമൽ ബബിതയോട് തന്നെ പറയാണ്, ഓ വന്നു, ഞാൻ കാത്തിരുന്ന ആൾ വന്നിരിക്കുന്നു. എന്നാൽ ബബിതയുടെ മനസ്സിൽ ഒരു ചെറിയൊരു തണുപ്പ് വീഴുന്നുണ്ട്. ബബിതയ്ക്ക് അത് അലീന തന്നെ ആയിരിക്കുമെന്ന് മനസ്സുകൊണ്ട് തോന്നുകയാണ്. ഞാനെന്തായാലും പോയി അയാളെയും കൂട്ടി വരാം എന്ന് പറഞ്ഞുകൊണ്ട് അമൽ ഡോറ് തുറക്കാനായി പോകുന്നുണ്ട്. ഡോറ് തുറക്കുന്നതിന് മുമ്പായി തന്നെ ഡോറിന് വിടവിലൂടെ ആരാ വന്നതെന്നറിയാനായി അമൽ നോക്കുമ്പോൾ വന്നവരെ കണ്ട് അമലൊന്ന് ഞെട്ടാണ്. ഇതിൻ്റെ തുടർന്നുള്ള എപ്പിസോഡുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ശുഭരാത്രി.